ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അമ്മക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രൊക്കോളിയുടെ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഉണ്ടാക്കാൻ എളുപ്പവുമാണ്. കഴുകി വൃത്തിയാക്കിയ ബ്രൊക്കോളിയെ അടർത്തി ഇങ്ങനെ എടുക്കണം. വലിയ വലിയ കഷ്ണങ്ങളെ 4ആയിട്ട് മുറിച്ചും എടുക്കാം. ഇതിൻ്റെ മൂത്ത തണ്ടൊഴികെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. വളരെ രുചികരമാണ് ഈ ബ്രൊക്കോളി. അതുപോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതുമാണ് ഈ ബ്രൊക്കോളി. അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നമുക്കതിനെപ്പറ്റി കുറച്ച് നേരം സംസാരിക്കാം. അപ്പോഴേക്കും എനിക്കിത് അരിഞ്ഞു തീർക്കുകയും ചെയ്യാം. വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് ബ്രൊക്കോളി. ബ്രൊക്കോളിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ കെമിക്കലുകൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കോളിഫ്ലവർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പച്ചക്കറിയാണിത്. ദഹന പ്രക്രിയ സുഗമമാക്കാൻ വളരെയധികം സഹായിക്കും. മാത്രമല്ല വിവിധ രോഗങ്ങളെ പ്രതിരോധിക്കാനും ബ്രൊക്കോളിക്ക് കഴിയും. ക്യാൻസർ വരാതിരിക്കാനുള്ള ഔഷധ ഗുണങ്ങളെല്ലാം ബ്രൊക്കോളിയിലുണ്ട്. ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്ത് ശരീരം ശുദ്ധീകരിക്കാനും ബ്രൊക്കോളിക്ക് കഴിവുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോറോഫാനിൻ എന്ന ഘടകം ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ബ്രൊക്കോളിയിൽ മഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക്, ഇരുമ്പ് തുടങ്ങിയവയും അടങ്ങിയിട്ടുണ്ട്. ഷുഗർ രോഗികൾക്ക് നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് ബ്രൊക്കോളി. ഷുഗർ രോഗമുള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ ബ്രൊക്കോളി വളരെ ഫലപ്രദമാണ്. ബ്രൊക്കോളിയിലെ ലയിക്കുന്ന നാരുകൾ ദഹനത്തെ മന്ദഗതിയിലാക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇത് പഞ്ചസാരയുടെ ആഗിരണം മന്ദഗതിയിലാക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവ് തടയുകയും ചെയ്യുന്നു. ഇതിലൂടെ പ്രമേഹം നിയന്ത്രിക്കുന്നു. ബ്രൊക്കോളി വേവിച്ചോ പച്ചയ്ക്കോ കഴിക്കുന്നത് മലബന്ധം കുറയ്ക്കുകയും ചെയ്യും. എന്ന് കരുതി ഒരുപാടങ്ങ് വേവിച്ച് ഇതിൻ്റെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. 2 മിനിറ്റ് ഇല്ലെങ്കിൽ കൂടിയാൽ 2.5 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. ഒരുപാട് ഉപ്പും എരിയും ഒന്നും ചേർത്ത് ഇതിൻ്റെ സ്വാദും ഗുണങ്ങളും നഷ്ടപ്പെടുത്തി കളയരുത്. നാരുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിന് പ്രധാനമാണ്. വൻകുടൽ ക്യാൻസറിൽ നിന്നും സ്വയം രക്ഷ നേടുന്നതിന് ബ്രൊക്കോളി ഒരു അത്ഭുത ആഹാരമാണ്. ആരോഗ്യത്തിനെന്ന പോലെ ചർമ്മത്തിനും മുടിക്കും നഖത്തിനും ആരോഗ്യകരമാണ് ബ്രൊക്കോളി. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ചർമ്മത്തിൻ്റെ കേടുപാട് കുറയ്ക്കുന്നു. മുഖത്തും ശരീരത്തും വരുന്ന ചുളിവുകൾ കുറയ്ക്കുന്നു. ചർമ്മത്തിൻ്റെ യുവത്വം മെച്ചപ്പെടുത്തുന്നു. ബ്രൊക്കോളിയിലെ വൈറ്റമിൻ സി കൊളാജിൻ രൂപപ്പെടുത്തുന്നു. ഇത് ചർമ്മത്തിൻ്റെ ഘടനയെ സഹായിക്കുന്നു. ബ്രൊക്കോളിയെ പറ്റി ഒരുപാട് പറയാനുണ്ട്. നമുക്കിത് പാകപ്പെടുത്തി എടുക്കുമ്പം അപ്പം ബാക്കിയും കൂടി സംസാരിക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട്, ഒരുപാട് ചെറുതല്ല, ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോൾട്ടഡ് ബട്ടറാണ്, അതായത് ഉപ്പിൻ്റെ അംശമുള്ള ബട്ടറാണ്. അതുകൊണ്ട് ഉപ്പ് നോക്കിയാണ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കാം. ഞാനിവിടെ ആദ്യം 1 ടേബിൾ സ്പൂൺ എടുത്തു, പിന്നീട് 1 ടേബിൾ സ്പൂണും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് എടുത്തത് ഞാനിങ്ങനെ ചെരിച്ച് വട്ടത്തിൽ അരിഞ്ഞതുകൊണ്ടാണ്, ചെരിച്ചിങ്ങനെ അരിഞ്ഞതുകൊണ്ടാണ് കൂടുതലായിട്ട് തോന്നുന്നത്. 2 പച്ചമുളകേ ഉള്ളൂ. അതും കൂടെ ഇതിനകത്ത് ഈ സവാളയ്ക്കകത്തിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. സവാളയും പച്ചമുളകും ഒരുപാടൊന്നും അങ്ങ് വെന്ത് മൊരിഞ്ഞങ്ങ് പോകണ്ട. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ഇട്ട് കൊടുക്കണം. ബ്രൊക്കോളിയെ ഇട്ട് നമുക്കൊന്ന്
വഴറ്റി കൊടുക്കാം. എൻ്റെ ഈ പാനിനകത്ത് ഈ ബ്രൊക്കോളി കുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതിന് സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ പാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി സവാളയും ബട്ടറും ഈ ബ്രൊക്കോളിയും കൂടെ ഒന്ന് കിടന്ന് വാടട്ടെ. നമുക്കിതിനകത്തോട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്. ചിലർ പുഴുങ്ങിയെടുക്കും, ഞാനിതിപ്പം ബട്ടറിനകത്ത് വാട്ടിയാണ് എടുക്കുന്നത്. ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ഒരു 1.5 മിനിറ്റ് വേവിച്ചെടുക്കാം. ബ്രൊക്കോളിയിൽ വൈറ്റമിൻ കെ ധാരാളം ഉണ്ട്. വൈറ്റമിൻ കെ കാൽസ്യം ആഗിരണത്തെ സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ കെ കുറവുള്ള ആളുകൾക്ക് അസ്ഥി സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനാൽ ആരോഗ്യമുള്ളതും ശക്തവുമായ അസ്ഥികൾക്കായി ഭക്ഷണങ്ങളിൽ ബ്രൊക്കോളി കൂടി ഇടയ്ക്ക് ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും. ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്ന ബ്രൊക്കോളിയിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, അത് മറക്കണ്ട. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. ജോയിൻറ്റ് പെയിൻ, നെർവ് സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും വിറ്റാമിൻ കെ അടങ്ങിയ ബ്രൊക്കോളി കഴിക്കുന്നത് ഉത്തമ മരുന്നാണ്. രക്തക്കുഴലിൽ രൂപപ്പെടുന്ന ബ്ലോക്കിനെ അലിയിച്ച് കളയാനും ബ്രൊക്കോളി ഒരു അത്ഭുത മരുന്നാണ്. വേവിച്ച ബ്രൊക്കോളി ദിവസവും കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതുമാണ്. ബ്രൊക്കോളിയിൽ വെള്ളം ഇറങ്ങി വരുന്നത് കണ്ട, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ബ്രൊക്കോളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. പ്രായം കൂടുന്തോറും ഉണ്ടാകുന്ന കാഴ്ചക്കുറവിനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താനും സ്ത്രീകളിലെയും പുരുഷന്മാരിലെയും പ്രത്യുൽപാദന അവയവങ്ങളിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയും ബ്രൊക്കോളി ഒരു പരിധിവരെ കുറയ്ക്കുന്നുണ്ട്. ഭൂരിഭാഗം പേർക്കും മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല ബ്രൊക്കോളി കഴിക്കുന്നുണ്ട്. അതേസമയം തൈറോയ്ഡ് പ്രശ്നങ്ങളുള്ളവർ അധികം ഉപയോഗിക്കാതിരിക്കുന്നതാവും നല്ലത്. ഞാനിടുന്ന വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി അമർത്തണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.